ഞാൻ ശിവാനി. സ്മാർട്ട് ആൻഡ് യങ്. ആക്ടിങ് ഇഷ്ടമാണ്. അത്യാവശ്യം പാട്ടും പാടും. ബോളിവുഡ് ഡാൻസ് എനിക്ക് ക്രേസാണ്. ഞാനൊരു കോമേഴ്സ് ഗ്രാജുവേറ്റാണ്. ബിസിനസ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിൽ മാർക്കറ്റിംഗ് എന്ന ചലഞ്ചിങ് സബ്ജക്റ്റ് എന്നും എനിക്കൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അങ്ങനെയുള്ള ഞാൻ ഇതൊക്കെയൊന്ന് പരീക്ഷിക്കണമെന്ന് വിചാരിച്ചു കാനഡയിലേക്ക് പോകാൻ തീരുമാനിച്ചു. നമ്മൾ വേറൊരു രാജ്യത്ത് പോകുമ്പോൾ, അതായത് നമ്മുടെ ഭാഷ സംസാരിക്കാത്ത സ്ഥലവും കൂടി ആകുമ്പോൾ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യും ഇല്ലേ? അങ്ങനെ ഞാനും പ്രിപ്പയർ ചെയ്തു. കൂടുതൽ സമയം കണ്ണാടിയുടെ മുന്നിലായിരുന്നു എൻ്റെ പ്രിപ്പറേഷൻ. ദിവസവും ഇത് തന്നെയായിരുന്നു. പക്ഷേ എത്രയൊക്കെ പ്രിപ്പയർ ചെയ്താലും ചില അബദ്ധങ്ങൾ സംഭവിക്കും, ശരിയല്ലേ? അങ്ങനെ ഒരു രസകരമായ സംഭവമാണിത്. ഞാനൊരു ഓവർ തിങ്കർ അല്ലെങ്കിലും ചിന്തിക്കുന്നതൊക്കെ നടപ്പാക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അങ്ങനെ പല പല മനക്കൂട്ടകളുടെ കെട്ടുമായി ഒരു ഹീറോയിനെ പോലെ അടിപൊളിയായി ഡ്രസ്സ് ചെയ്ത് കാനഡയിലേക്കുള്ള ഫ്ലൈറ്റിൽ കയറി ഞാൻ യാത്ര തുടങ്ങി. വളരെ പ്രതീക്ഷകളോടുകൂടി ഞാൻ കാനഡ എയർപോർട്ടിൽ ഇറങ്ങി. സന്തോഷത്തോടെ ഇറങ്ങി എന്ന് പറയാൻ പറ്റില്ല. ഒരു അങ്കലാപ്പ്, ഒരു ഭയം. ഞാൻ വന്ന ഫ്ലൈറ്റ് ലേറ്റായത് കാരണം എന്നെ കൂടാതെ തന്നെ ലണ്ടനിലേക്കുള്ള എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ ലണ്ടനിലേക്ക് പോയി കഴിഞ്ഞിരുന്നു. സന്തോഷമായി. ചുറ്റും നോക്കി ഞാൻ വെയിറ്റിംഗ് ഏരിയ തപ്പി നടന്നു. ലണ്ടനിലേക്കുള്ള കളക്ഷൻ ഫ്ലൈറ്റ് വരുന്ന വെയിറ്റിംഗ് ഏരിയ കണ്ടുപിടിക്കണം, ഒന്നിരിക്കാൻ. ഈ വിശാലമായ ഏരിയയിൽ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ്? ഞാൻ ഹെൽപ്പ് ഡെസ്കിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു, മാം, വെയിറ്റിംഗ് ഏരിയയിൽ വെയിറ്റ് ചെയ്യൂ എന്ന്. ആ ഭയങ്കരികൾ എനിക്കൊരു റൂം പോലും തന്നില്ല റെസ്റ്റ് എടുക്കാൻ. പെട്ടിയും ഭാണ്ഡക്കെട്ടുമായി ഞാൻ വെയിറ്റിംഗ് ഏരിയ നോക്കി നടന്നു. സമയം പാതിരാത്രി. ആരുമില്ലാത്ത വിജനമായ വെയിറ്റിംഗ് ഏരിയ. തണുപ്പാണെങ്കിൽ കൂടിക്കൂടി വരുന്നു. ജാക്കറ്റ് വളരെ കട്ടി കുറഞ്ഞത് ആയതുകൊണ്ട് തണുപ്പ് അകത്തേക്ക് ആഴ്ന്നിറങ്ങി. 1000 സൂചിമുനകൾ കുത്തി ഇറങ്ങുന്ന ഫീലിംഗ്. ഞാൻ ജാക്കറ്റ് ചേർത്ത് പിടിച്ചു. രക്ഷയില്ല. തണുപ്പ് എന്നെയും കൊണ്ടേ പോകൂ എന്ന് തീരുമാനിച്ച് വന്നതുപോലെ. എൻ്റെ അമ്മോ, എന്തൊരു തണുപ്പ്! കണക്ഷൻ ഫ്ലൈറ്റ് വരാൻ ഇനി 4 മണിക്കൂർ കൂടി എടുക്കും. അതുവരെ ഞാൻ എങ്ങനെ ഇവിടെ കഴിയും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടിയില്ല. ജാക്കറ്റ് ചേർത്ത് പിടിച്ച് പെട്ടിയും വലിച്ചുകൊണ്ട് ഒരു സീറ്റ് കണ്ടുപിടിച്ച് ഞാൻ വെയിറ്റിംഗ് ഏരിയയിലിരുന്നു. ചെയർ വരെ തണുത്ത് ഐസ് കട്ടയായതുപോലെ. ചുറ്റുമുള്ള വിശാലമായ ഹാളിലേക്ക് ഞാൻ പരതി നോക്കി. കുറേ ഷോപ്പുകൾ വരി വരിയായി. ബാഗ്, ജുവലറി, ഡ്രസ്സ്, അങ്ങനെയുള്ള കടകൾ. ചൂടുള്ള കോഫി, ചായ, അങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന കടകളുണ്ടോ എന്ന് എൻ്റെ കണ്ണുകൾ അന്വേഷിച്ചു കൊണ്ടേയിരുന്നു. ഒന്നും കണ്ടില്ല. അതെപ്പോഴും അങ്ങനെയാണ്. അത്യാവശ്യമായി എന്തെങ്കിലും നോക്കുമ്പോൾ അടുത്തിരുന്നാൽ പോലും നമ്മൾ കാണില്ല. പക്ഷേ എൻ്റെ കണ്ണുകൾ പ്രതീക്ഷ കൈവിട്ടില്ല. അത് പരതിക്കൊണ്ടേയിരുന്നു. അങ്ങനെ സ്റ്റാർബക്സിൽ ചെന്ന് കണ്ണുടക്കി. മനസ്സിൽ സന്തോഷത്തിൻ്റെ ലഡ്ഡു പൊട്ടിയെങ്കിലും അവിടെ ചെന്ന് എന്ത് സംസാരിക്കുമെന്നതായി പിന്നെ എൻ്റെ ചിന്ത. ഈ കടയിലിരിക്കുന്ന സെയിൽസ് ഗേളിന് എൻ്റെ ആക്സെൻറ്റ് മനസ്സിലാവുമോ? മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യും? ആകെ ചമ്മി നാശക്കോടാലിയാകും. ഇംഗ്ലീഷ് സിനിമയിലെ പോലെ ശ്രീദേവി ചെന്ന് കോഫി ചോദിച്ചപ്പോൾ ആ കടയിലെ സെയിൽസ് ഗേൾ അവരെ കളിയാക്കിയതും മറ്റും ഓർത്തപ്പോൾ എൻ്റെ പകുതി ബോധം പോയി. ഇവിടെ കോഫിക്ക് പല പല പേരുകളുണ്ട്. അതെല്ലാം എന്നോട് ചോദിച്ചാലോ? എനിക്കിതൊന്നും അറിയില്ലല്ലോ ദൈവമേ. ചുരുണ്ടുകൂടി ആ കസേരയിൽ തന്നെ ഇരുന്നു. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. കുറേ നേരം. തണുപ്പാണെങ്കിൽ കൂടിക്കൂടി വരുന്നു. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ ഫീലിങ്സിലോട്ട് ശ്രദ്ധ കൊടുത്തു. ശരീരത്തിൻ്റെ അകത്ത് ഒരനക്കവുമില്ല. ഇൻറ്റേർണൽ ഓർഗൻസ് ഒന്നും ഇല്ലേ. മൊത്തത്തിൽ ഐസായി എന്നാണ് തോന്നുന്നത്. സഹായിക്കാനും ആരുമില്ല, ആരും സഹായിക്കുകയുമില്ല. ഇവിടെ അധിക നേരം ഇരുന്നാൽ പുതിയ എൻ്റെ ഒരു ഐസ് സ്റ്റാച്യു ഇവിടെ സൃഷ്ടിക്കപ്പെടും. അതിൽ എൻ്റെ പേര് കൊത്തിവെക്കും. അതിനനുവദിച്ചുകൂടാ.
പല മോട്ടിവേഷണൽ വീഡിയോസും കണ്ട് ഞാൻ എനർജി സംഭരിച്ചു. ശക്തി ആർജിച്ച ഞാൻ ചാടി എഴുന്നേറ്റു. ശ്വാസം ശക്തിയായി അകത്തേക്ക് വലിച്ചു. നേരെ സ്റ്റാർബക്സ് ലക്ഷ്യമാക്കി നടന്നു. അകത്തേക്ക് പിടിച്ചു വെച്ച ശ്വാസം സ്റ്റാർബക്സിൽ ചെന്നപ്പോഴാണ് പുറത്തേക്ക് വിട്ടയച്ചത്. ആ ശ്വാസത്തിനോടൊപ്പം എൻ്റെ ധൈര്യം കൂടി പുറത്തുപോയി എന്നാണ് തോന്നുന്നത്. എൻ്റെ കാലുകൾ സ്റ്റാർബക്സിൽ സ്റ്റോപ്പ് ചെയ്തില്ല. അത് നേരെ വെൻഡിങ് മെഷീൻ ലക്ഷ്യമാക്കി നടന്നു. ഒരു റോബോട്ട് കണക്ക് അവിടെ പോയി. നേരെ വെൻഡിങ് മെഷീൻ്റെ ഫ്രണ്ടിൽ വന്ന് ഹോൾട്ട് ചെയ്തു. കൈ ഓട്ടോമാറ്റിക്കലി സ്വിച്ച് പ്രസ് ചെയ്തു. ഒരു തണുത്തുറഞ്ഞ ട്രോപ്പിക്കാന ബോട്ടിൽ പുറത്തേക്ക് തള്ളി വന്നതെടുത്തു നേരെ എൻ്റെ ചെയറിൽ വന്നിരുന്നു. കൊടും തണുപ്പിനോട് കൂട്ടായി തണുത്തുറഞ്ഞ ട്രോപ്പിക്കാന ജ്യൂസ്. ഞാൻ അതിനെ ദയനീയമായി നോക്കിക്കൊണ്ടേയിരുന്നു. ദൈവമേ, അതൊരു കോഫിയായി മാറിയിരുന്നെങ്കിൽ. അയ്യോ, അത് ചൂടുള്ള കോഫിയായി മാറി. തേണ്ടേ അതിൽ നിന്ന് പുക വരുന്നുണ്ട്. അന്തരീക്ഷത്തിൽ ഇത്രയും തണുപ്പുള്ളത് കൊണ്ടാണ് പുക ഇത്ര ഭംഗിയായി കാണുന്നത്. ഞാനത് ആസ്വദിച്ച് കുടിച്ചു. ഇത്രയും നല്ല കോഫി ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചിട്ടില്ല. അതിൻ്റെ സ്വാദിൽ മയങ്ങി കോഫി കുടിക്കുന്ന സ്വപ്നത്തിൽ ചെയറിലോട്ട് ചാഞ്ഞു കിടന്നു. എൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. എൻ്റെ ഫ്ലൈറ്റിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടാണ് ഞാൻ ഉണർന്നത്. വേഗം ഞാൻ പെട്ടിയും എൻ്റെ മറ്റ് സാമഗ്രികളുമായി ഫ്ലൈറ്റിനകത്ത് കയറി. ഫ്ലൈറ്റിനകത്തൊരു വാം ടെമ്പറേച്ചറായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ എൻ്റെ മനസ്സ് മുഴുവൻ ആ തണുത്ത ട്രോപ്പിക്കാന ബോട്ടിലിന് ചുറ്റിപ്പറ്റിയായിരുന്നു. എന്തേ എനിക്ക് സംഭവിച്ചത്? അടുത്തെത്തിയിട്ടും ഒരു കോഫി വാങ്ങാൻ കഴിയാതിരുന്നത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടിയില്ല. ഭയം എന്ന വികാരത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഇല്ലാത്ത ഭയം ഞാൻ സൃഷ്ടിച്ചു, അതിൽ ജീവിച്ചു. അങ്ങനെ ജീവിച്ചത് കാരണം കോഫി വാങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ല. അത്രയും മണിക്കൂർ തണുത്ത് മരവിച്ചിരിക്കേണ്ടതായിട്ട് വന്നു. മനസ്സ് ഒരു വല്ലാത്ത പ്രഹേളിക തന്നെ. ഞാൻ ചെയറിൽ അമർന്നിരുന്നു, കണ്ണുകൾ അടച്ചു. അപ്പോൾ സുന്ദരിയായ സ്വർണ്ണ മുടിയുള്ള എയർ ഹോസ്റ്റസ് വന്നു. എന്തൊക്കെയോ പറഞ്ഞു. ഞാനൊന്നും കേട്ടില്ല. ഞാൻ അവരുടെ സുന്ദരമായ മുഖം തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്തൊരു ഭംഗിയാ അവരെ കാണാൻ. സ്ട്രെയിറ്റൻ ചെയ്ത് ഷോൾഡർ വരെ കട്ട് ചെയ്ത സ്വർണ്ണമുടി അവരുടെ സംസാരത്തിനൊപ്പം ഒരു താളത്തിൽ ചലിക്കുന്നുണ്ട്. ചുണ്ടിൽ റെഡ് ചെറി ലിപ്സ്റ്റിക്. പക്ഷേ അവരുടെ ചുണ്ടിൻ്റെ കളറാണെന്നേ തോന്നുന്നു. കുഞ്ഞിലേ കണ്ട ബാർബി വീഡിയോസൊക്കെ എനിക്ക് ഓർമ്മ വന്നു. അവർ അടുത്ത് വന്ന് ഒരു ചൂടുള്ള കോഫി എൻ്റെ മുന്നിൽ കൊണ്ടുവച്ചു. ഞാനത് വേഗമെടുത്ത് ആർത്തിയോടെ കുടിച്ചു. എൻ്റെ ശരീരത്തിന് ഒരു ആശ്വാസം കിട്ടി. ശരീരം എന്നോട് നന്ദി പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. ഞാൻ സീറ്റിൻ്റെ പിറകിലേക്ക് ചാഞ്ഞ് ഒന്ന് സ്വസ്ഥമായിരുന്നു. വളരെ സമയം എയർപോർട്ടിൽ ഒരേപോലെ ഇരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ബോഡിക്കാകെ മൊത്തം ഒരു പെയിൻ ഉണ്ടായിരുന്നു. സ്വസ്ഥമായി ചെയറിലേക്ക് ചാരിക്കിടന്ന് ഞാൻ പതിയെ കണ്ണടച്ചു. കാനഡ എന്ന സ്വപ്നത്തിലേക്ക് പറന്നിറങ്ങി. അവിടെ എന്നെ സ്വീകരിക്കുന്നത് എന്തു തന്നെയായാലും അതിനെ നേരിടാൻ കരുത്തോടെ, ധൈര്യത്തോടെ, പ്രതീക്ഷകളോടെ ഞാൻ. എനിക്കെപ്പോഴും ഇൻസ്പിറേഷൻ തന്ന മുളാൻ എന്ന ജപ്പാൻ കാർട്ടൂൺ ക്യാരക്ടർ. അച്ഛനറിയാതെ അച്ഛൻ്റെ കർമ്മം സ്വയം സ്വീകരിച്ച് ആൺവേഷം കെട്ടി യുദ്ധത്തിന് പോകുന്ന ഒരു ശക്തമായ ക്യാരക്ടർ. ആ ക്യാരക്ടറിലേക്ക് എൻ്റെ ട്രാൻസിഷൻ സംഭവിക്കുകയായിരുന്നു. ആ മോട്ടിവേഷൻ, ആ ഡ്രീമിലേക്ക് അലിഞ്ഞു ചേർന്ന് ഞാൻ ഉറക്കത്തിൻ്റെ ആഴമുള്ള ചുഴിയിലേക്ക് അങ്ങനെ കാനഡയിലെ എൻ്റെ സ്വപ്നങ്ങളിലേക്ക്.